ഹായ് കൂട്ടുകാരെ, ചെറിയൊരു വീഡിയോ ക്ലാസ്സിലൂടെ നമുക്ക് സ്വത്തവകാശത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊന്ന് പഠിക്കാം. സ്വത്തവകാശം എന്നാൽ അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവാദത്തിന് പിന്നിലുള്ള പ്രധാന കാരണം യഥാർത്ഥ ഭരണഘടനയിൽ മൗലിക അവകാശമായി ഉൾപ്പെട്ടിരുന്ന സ്വത്ത് നേടാനും കൈവശം വയ്ക്കാനും നിലനിർത്താനുമുള്ള അവകാശമായിരുന്നു. അപ്പോൾ എന്താണ് അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചുള്ള വിവാദത്തിന് പിന്നിലുള്ള പ്രധാന കാരണം എന്താ? യഥാർത്ഥ ഭരണഘടനയിൽ മൗലിക അവകാശമായി ഉൾപ്പെട്ടിരുന്ന സ്വത്ത് നേടാനും കൈവശം വയ്ക്കാനും അത് നിലനിർത്താനുമുള്ള അവകാശമായിരുന്നു. എന്നാൽ ഗവൺമെൻറ്റിന് സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സ്വത്ത് ഏറ്റെടുത്ത് ഉപയോഗിക്കാമെന്ന് ഭരണഘടന വ്യക്തമാക്കിയിരിക്കുന്നു. 1950 മുതൽ സ്വത്തവകാശത്തെ പരിമിതപ്പെടുത്തുവാൻ ഗവൺമെൻറ് നിരവധി നയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 1950 മുതൽ അവകാശങ്ങളും നിർദ്ദേശക തത്വങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് മേൽ ദീർഘകാലം നീണ്ടുനിന്ന സംവാദത്തിൻ്റെ കേന്ദ്രവും ഈ അവകാശമായിരുന്നു. അവസാനം 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ട് തന്നെ ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശം പരിമിതപ്പെടുത്തുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിച്ചു. അപ്പോൾ 1973 സ്വത്തവകാശം ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുടെ ഭാഗമല്ലെന്നും അതുകൊണ്ട് തന്നെ എന്താണ് ഭരണഘടനാ ഭേദഗതിയിലൂടെ ഈ അവകാശത്തെ നമുക്ക് പരിമിതപ്പെടുത്തുവാൻ പാർലമെൻറ്റിന് അധികാരമുണ്ടെന്നും സുപ്രീം കോടതി വിധിക്കുന്നു. അങ്ങനെ 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെ മൗലികാവകാശങ്ങളുടെ ലിസ്റ്റിൽ നിന്നും സ്വത്തവകാശം എന്ന അവകാശത്തെ മാറ്റുകയും നിയമാനുസൃതമായ അവകാശമായി അനുച്ഛേദം 300A ഭാഗമായി മാറ്റുകയും ചെയ്തു. അപ്പോൾ 44 ഭേദഗതിയിലൂടെയാണ് സ്വത്തവകാശത്തെ എടുത്തു മാറ്റിയത്. മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും എടുത്തു മാറ്റുന്നത് ഏത് വർഷമാണ്? 1978. സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? അതൊരു നിയമാവകാശമാണ്. ഏത് ആർട്ടിക്കിളിലേക്കാണ് ഇത് വന്നിരിക്കുന്നത്? 300A ഭാഗമായിട്ടാണ് 44 ഭേദഗതി പ്രകാരം 1978 സ്വത്തവകാശം മാറുന്നത്. ഇന്ന് സ്വത്തവകാശം എന്താ? അതൊരു നിയമാവകാശമാണ്. സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് 300A. ഇനി നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കാം. മൗലികാവകാശമായിരുന്ന സ്വത്തവകാശം ഇപ്പോൾ എന്താണ്? അതെന്താണ് ഇപ്പോൾ? നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശമാണ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത ഭേദഗതി 44 ഭേദഗതി. വർഷം ഏതാണ്? 1978. ഭരണഘടനയുടെ ഏതനുച്ഛേദത്തിലാണ് സ്വത്തവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? 300A. മുൻപ് ഏതായിരുന്നു? 31 ഇത് ഭേദഗതിക്ക് ശേഷം അതേതായി? 300A ആയി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി ആരാണ്? മൊറാർജി ദേശായി. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രിയാണ് മൊറാർജി ദേശായി. സ്വത്തവകാശം നിയമാവകാശമാകുമ്പോൾ പ്രസിഡൻ്റായിരുന്നത് നീലം സഞ്ജീവ് റെഡ്ഡിയായിരുന്നു. അപ്പോൾ സ്വത്തവകാശത്തെ നിയമാവകാശമാകുമ്പോൾ ഇന്ത്യയുടെ പ്രസിഡൻറ്റ് നീലം സഞ്ജീവ് റെഡ്ഡിയും ഇന്ത്യയുടെ രാഷ്ട്രപതി നീലം സഞ്ജീവ് റെഡ്ഡിയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരായിരുന്നു? മൊറാർജി ദേശായി ആയിരുന്നു. അപ്പോൾ സ്വത്തവകാശത്തെക്കുറിച്ചുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചെറിയ വീഡിയോ ക്ലാസ്സിലൂടെ പഠിച്ചത്. എല്ലാവരും ക്ലാസ്സുകൾ കേൾക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.